നമ്മളിപ്പോൾ പറഞ്ഞു ഡ്രഗ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മേർഡറിൻ്റെ കാര്യം, ഇതെല്ലാം പഴയ ജനറേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ജെൻസിക്ക് ഇത്രത്തോളം പഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. What do you think? നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ നിരവധി ഇൻസിഡൻസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജനറേഷനുകളും അടുത്ത ജനറേഷനെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളൂ, ബ്ലെയിം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളൂ. അത് സ്വാഭാവികമായ ഒരു എനിക്ക് തോന്നുന്ന രീതിയാണ്. ജെൻ എക്സ് ജെൻ എമ്മിന് മേളിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രഷറുണ്ട്. അത് ജെൻ എമ്മുകാർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സിമിലർലി ജെൻ സി ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഈ ബ്ലെയിമുകളെല്ലാം ഇതിൻ്റെ ഒരു സൈക്കിളിൽ തുടരുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാം. അത് ജെൻ സി മാത്രമാണ് ഈ സൈക്കിളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ കുറ്റവാളികൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ എന്നില്ല. അത് ഓരോ കാലഘട്ടത്തിലും പുതിയ ജനറേഷൻ്റെ രീതികൾ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ, അവരെ മനസ്സിലാക്കാൻ എടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്കഷൻസാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇൻ പെർട്ടിക്കുലർ ജെൻസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുന്നത് എന്താണ്? ജെൻസിക്ക് ഷോർട്ട് ടെമ്പേർഡാണ്, ഔട്ട് സ്പോക്കനാണ്, ക്ഷമയില്ലാത്തവരാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നവരാണ്. ഇത് ക്വാളിറ്റി ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ജെൻസിയുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ചോദിക്കുക, അവൻ പറയുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സംഗതിയായിട്ടാണ് കാണുന്നത്. ഇത് പരിചയമില്ലാത്ത ഒരു ജനറേഷൻ ഇപ്പുറത്തുണ്ട്. ഇത് പരിചയമില്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടില്ല, അങ്ങനെ തുറന്നു പറയാൻ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്ത് ജെൻസി ഉപയോഗിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ ജെൻസി കിട്ടിക്കൊണ്ടിരുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടാവുന്നില്ല. എന്ത് കാരണം കൊണ്ടോ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ജനറേഷന് ഇത്രയും എക്സ്പ്രസ് ചെയ്യാനും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ ആളുകൾ വന്ന് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ മറ്റു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരു ജനറേഷന് മാത്രമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ജനറേഷനിലും ഇത്തരം ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ തലമുറയിലും പുതിയ രീതിയിൽ കാണുന്നു, പുതിയ രീതിയിൽ നമ്മളത് കേൾക്കുന്നു, പുതിയ മീഡിയത്തിലൂടെ നമ്മളത് കാണുന്നു എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ ചിലപ്പോൾ നമ്മളിത് കേൾക്കുന്നുണ്ടാവേക്കാം. ഇന്ന് ഇതിൻ്റെ റെക്കോർഡിക്കലി എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസിഡൻറ്റുകൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ഒരു വാർത്തയായി വരുന്ന മീഡിയങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ ഇത് കൂടുതൽ എണ്ണത്തിൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ എത്ര കേട്ടിട്ടില്ലാത്ത പല കാരണങ്ങളുകൊണ്ടോ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് എണ്ണത്തിൽ കൂടുതലാണെന്ന് തോന്നിയേക്കാം.